എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ നിലവിൽ കടന്നു പോകുന്ന വഴി ശരിയാണോ? എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ സ്വഭാവത്തിൽ വേണോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ബാത്ത് ചെയ്യുന്ന വ്യക്തിയുടെ പടം, അതാണ് നിങ്ങൾ ഫയലായി സ്വീകരിച്ചെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ് ആദ്യം പറയാം. നിങ്ങളുടെ സ്വഭാവ സവിശേഷതയിൽ ചില ചെറിയ മാറ്റങ്ങൾ ആവശ്യമാണ്. മൊത്തത്തിൽ നിങ്ങൾ നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ്, നല്ല ശീലങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ജീവിതത്തിൽ വിജയത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നിങ്ങൾക്ക് പലപ്പോഴും എത്താൻ കഴിയുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ചില അബദ്ധധാരണകൾ നിങ്ങളിലുണ്ട്. ആ അബദ്ധധാരണകൾ മാറ്റി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സമ്പൂർണ്ണമാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ടും എല്ലാം അറിഞ്ഞിട്ടും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ചില അബദ്ധധാരണകൾ, ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ ദൃഢമായി സ്നേഹിക്കും, നിങ്ങളെ മനസ്സിലാക്കും. അവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെയും എന്ത് തീരുമാനം എടുക്കാൻ എന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ചില തീരുമാനങ്ങളും ചില സ്വഭാവങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകുന്നു. അതായത് ഏറ്റവും അവസാനം ചില അബദ്ധധാരണകൾ നിങ്ങളിൽ വരുന്നു. അത് മാറ്റിയെടുത്ത് അതിവേഗം തീരുമാനങ്ങൾ എടുക്കണം. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ വേഗതക്കുറവും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി ബാധിക്കുന്നുണ്ട്. ആ വേഗതക്കുറവും മാറ്റി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം. പോസിറ്റീവായിട്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അന്യായമായി ഒന്നും നേടുവാനോ അന്യായമായി എന്തെങ്കിലും ആളുകളിൽ നിന്ന് തട്ടിയെടുക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നല്ലതെന്ന് ആളുകൾ സ്വയം പറയുന്ന ആളുകളേക്കാൾ എത്രയോ നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ് താങ്കൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കിട്ടേണ്ടതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ചില ആളുകൾ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട്. തൊലിപ്പുറമേ ഉള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടതുണ്ട്. ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ചില വ്യക്തികളുമായിട്ടുള്ള അനാവശ്യ ബന്ധങ്ങൾ, അതിരുകടന്ന ബന്ധങ്ങൾ, ചിലരുമായിട്ട് ഒട്ടും യോജിക്കാൻ കഴിയാത്ത വസ്തുതകൾ, ഇതെല്ലാം മാറ്റി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായി രക്ഷ നേടാൻ കഴിയണം. നിങ്ങൾക്കത് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫിനിഷിംഗ് പോയിന്റിൽ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതുവരെ ചെയ്ത എല്ലാ പ്രവർത്തികളിലും വൃഥാവിലാകുന്നു. അത് നിങ്ങൾക്കും മാനസികമായിട്ട് വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു. പോസിറ്റീവായിട്ട് വിജയത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതത്തിൽ വിജയം കൈവരിക്കാനുമുള്ള കഴിവും പ്രാപ്തിയും ഈശ്വരൻ നൽകിയിട്ടുണ്ട്. ചില കാര്യങ്ങളിലുള്ള നിസ്സംഗത പൂർണ്ണമായി മാറ്റണം. ചില ആളുകളെ നേരത്തെ പറഞ്ഞതുപോലെ അന്യായമായി അനാവശ്യമായി വിശ്വസിക്കുന്ന പ്രവണത ഒഴിവാക്കണം. പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക. പോസിറ്റീവായിട്ടുള്ള വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വിജയിക്കാനും സാധിക്കും. ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ ചില തിരിച്ചടികൾ നേരിടുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ മാറ്റാൻ കഴിയും. തീരുമാനങ്ങൾ വേഗതയിലെടുത്ത് നടപ്പിലാക്കാനുള്ള കഴിവും ആർജവും പോസിറ്റീവ് എനർജിയും നിങ്ങൾക്ക് വേണം. അനാവശ്യമായി ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും വെക്കുവാൻ, അല്ലെങ്കിൽ അലങ്കാരങ്ങളും ചില അബദ്ധധാരണകൾ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ലളിതമായിട്ട് തന്നെ ചെയ്യുക. ആ മാറ്റം മാത്രം വരുത്തിയാൽ മതി. ചില കൂട്ടുകെട്ടുകൾ നിങ്ങളെ മോശമാക്കുന്നുണ്ട്. അതിനോടുള്ള ആഴത്തിൽ നിങ്ങൾ പോകേണ്ട. ആത്മാർത്ഥത, കമ്മിറ്റ്മെൻറ്റ്, ഉത്തരവാദിത്തം, അതെല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും കഴിയും. വിജയം തൊട്ടടുത്താണ്. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. മനസ്സ് ചിന്തിക്കുക, ആത്മീയതയിലേക്ക് വരിക. അടുത്തതായിട്ട് രണ്ടാമത്തെ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയുടെ ഫയല് സ്വീകരിച്ചവരുടെ റീഡിങ്ങിനാണ് പറയുന്നത്. നിങ്ങൾ ഉറങ്ങുകയാണ്.
നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ പോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ ഉറങ്ങുകയാണ്. പലതും നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധമതിയോ ഒന്നും ആവുന്നില്ല. അത് വല്ലാത്തൊരു സങ്കീർണതയാണ്. നഷ്ടം വരുന്നതും ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നതും നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നതേയില്ല. അത് വലിയ തരത്തിലുള്ള ഒരു നഷ്ടം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. നിങ്ങളൊന്നും അറിയുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളൊന്ന് ഉണർന്നാൽ പ്രവർത്തിക്കും, ഉണർന്നാൽ പ്രവർത്തിക്കാതിരിക്കില്ല. പക്ഷേ ഉണരേണ്ട സമയത്ത് ഉണരാതെ എങ്ങനെയാണ് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നത്, ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്? നിങ്ങളൊരു എക്സാമിനേഷന് പോയാലല്ലേ ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ കഴിയുള്ളൂ. ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വിജയം ഉണ്ടാവാൻ കഴിയുക? അതാണ് നിങ്ങളുടെ വിഷയം. നിങ്ങൾ ഒട്ടും പഠിക്കാതെ ഒരു പരീക്ഷയ്ക്ക് പോയിരുന്ന് നിങ്ങളുടെ റോൾ നമ്പർ എഴുതി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം എഴുതി പോന്നാൽ മോശമല്ലാത്ത വിജയം ഉണ്ടാവും. നിങ്ങൾ ശ്രമിച്ചാൽ ഉന്നത വിജയം ഉണ്ടാവും. അതൊരു ഉദാഹരണം മാത്രമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. നിങ്ങൾ ശ്രമിച്ചാൽ വിശ്വവിജയങ്ങളും കീർത്തികളൊക്കെ നേടാൻ കഴിയും. പക്ഷെ ഒന്നും ശ്രമിക്കാതെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നിസ്സംഗതയോടുകൂടി നിങ്ങൾ ഉറങ്ങുകയാണ്. നിങ്ങളെ ഉണർത്താൻ നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർ വരില്ല. കാരണം നിങ്ങൾ ഉറങ്ങേണ്ടത് ചില ആളുകളുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുമായിട്ട് ഉണർന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ചില ആളുകൾ അയ്യോ എന്താണ് വൈകിയെന്ന് ചോദിക്കും. പക്ഷേ നിങ്ങളെ ഉണർത്താൻ അവർ തയ്യാറാവുന്നില്ല. നിങ്ങളോട് ആത്മാർത്ഥതയോടെ നിങ്ങൾ ഉണർത്താൻ ശ്രമിക്കുന്നവരെ നിങ്ങളും പരിഗണിക്കുന്നില്ല. ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. വളരെ പോസിറ്റീവ് ചിന്താഗതിയോടെ നിങ്ങൾ എത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. ജീവിത വിജയം കൈവരിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവും. ഉറക്കം ഒരു വിശ്രമമാണ്. വിശ്രമം അധികമാകുന്നു, സുഖലോലുപതയിലേക്ക് പോകുന്നു. ആനുപാതികമായ വിശ്രമങ്ങൾ മതി. അത് ജീവിതത്തിലായാലും പ്രണയത്തിലായാലും കരിയറിലായാലും. അമിതമായ വിശ്രമം നിങ്ങളെ തന്നെ ബോറടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് അധ്വാനിച്ചതിന് ശേഷം വിശ്രമിക്കൂ. നിങ്ങളുടെ അന്വേഷണ പാഠവും ഉണരട്ടെ, ഈശ്വരചിന്ത ഉണരട്ടെ. നിങ്ങൾക്ക് ഈശ്വരചിന്ത കുറയുമ്പോഴാണ് ഉറക്കം കൂടുന്നത്. ഉറക്കം ഭൗതികതയിലേക്കുള്ളൊരു തിരിയലാണ്. ഇതൊരു പ്രതീകമാണ്. നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ഉണരുന്ന വ്യക്തിയായിരിക്കാം. ഉറക്കം ഇവിടെ കാണിക്കുന്നത് കേവലം ഉറക്കം മാത്രമല്ല, ഒരു പ്രതീകമാണ്. ഉണരാൻ സമയമായിരിക്കുന്നു, സമയം അധികരിച്ചിരിക്കുന്നു. ഉണരുക, ഉണർന്ന് പ്രവർത്തിക്കുക, ജീവിതത്തിൽ വിജയം ഉണ്ടാവും. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ നിങ്ങളായിരിക്കും ഒന്നാമത്. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാതിരുന്നാൽ നിങ്ങൾ ആ ഭാഗത്ത് പോലും ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. പ്രണയം, ജീവിതം, കരിയർ, വിവാഹം, സാമ്പത്തിക നില എല്ലാത്തിലും ഈ ഉണർച്ചൽ ആവശ്യമാണ്. നിങ്ങൾ പോസിറ്റിവിറ്റിയോടെ മുന്നോട്ട് പോവുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അത് നിങ്ങൾക്ക് ആവശ്യവുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.